Good morning to all of you. Next, we are going to discuss about stores records. To exercise proper control over the material kept in the store, certain documents or records are to be maintained. Bin card and stores ledger are the two important stores records. Bin card or bin tag or stock card. Bin is a place where materials are stored. Bin may be a drawer, shelf or rack. A bin card is attached to each bin. Bin card gives full details of material movements. Bin card contains the details of physical units only and not their rupee value. A bin card is defined as a written document attached to each bin for recording the receipts, issues, and balance of an item of material quantitatively. A bin card is also known as bin tag or stock card. It indicates the flow of materials, indicates the stock of materials on hand. It helps to exercise control over store and it helps continue stock taking. ഇൻവെൻ്ററി കൺട്രോളിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്റ്റോഴ്സ് റെക്കോർഡ്സ് എന്ന് പറയുക. മെറ്റീരിയലിനെ കൃത്യമായി ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോഴ്സിൽ ചില ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും. ബിൻ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പ്ലേസാണ്, നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസാണ്. അവിടെ മെറ്റീരിയൽ എത്രമാത്രം ക്വാണ്ടിറ്റി കിട്ടി, എത്രമാത്രം നമ്മൾ ഇഷ്യൂ ചെയ്തു, എത്രമാത്രം ബാലൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ കൃത്യമായിട്ട് വരിക. അതിൻ്റെ റുപ്പി വാല്യൂ പലപ്പോഴും അവിടെ നമ്മൾ രേഖപ്പെടുത്തുകയില്ല. ആ പർട്ടിക്കുലർ പ്ലേസിൽ അല്ലെങ്കിൽ റാക്കിൽ നമ്മൾ അതിനോട് ചേർന്ന് ഒരു കാർഡും കൂടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ആ കാർഡിൽ ഏത് തരത്തിലുള്ള മെറ്റീരിയലാണ്, എത്രമാത്രം ക്വാണ്ടിറ്റി റിസീവ് ചെയ്തു, എത്രമാത്രം ഇഷ്യൂ ചെയ്തു, ബാലൻസ് എത്രയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഡബിൾ ബിൻ സിസ്റ്റം. അതായത് മെറ്റീരിയൽ സൂക്ഷിക്കുന്ന സ്ഥലമായ ബിന്നിനെ രണ്ട് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് സ്മോളർ പാർട്സും മറ്റൊന്ന് അതർ പാർട്ടുമാണ്. സ്മോളർ പാർട്ടിലാണ് നമ്മളൊരു മിനിമം സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി സ്റ്റോക്ക് ലെവലാണ്. അതർ പാർട്സിലാണ് റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് വരിക. ആ അതർ പാർട്ടിൽ നിന്നായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുക. അവിടെ മെറ്റീരിയൽസ് ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ മിനിമം സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫസ്റ്റ് ബിൻ പാർട്ട് ഉപയോഗിക്കുക. ഈ രീതിയിൽ രണ്ട് പാർട്ടായി മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മെറ്റീരിയലിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഡബിൾ ബിൻ സിസ്റ്റം എന്ന് പറയുക. ഡബിൾ ബിൻ സിസ്റ്റം ഈസ് ദി സിസ്റ്റം ഓഫ് ഡിവൈഡിങ് എ ബിൻ ഇൻ ടു ടു പാർട്സ്. ദ സ്മോളർ പാർട്ട് ടു സ്റ്റോർ ദി ക്വാണ്ടിറ്റി ഈക്വൽ ടു മിനിമം സ്റ്റോക്ക് ലെവൽ ആൻഡ് ദ അതർ പാർട്ട് ടു സ്റ്റോർ ദി റിമൈനിങ് ക്വാണ്ടിറ്റി. Next one is stores ledger. Stores ledger is the stores record maintained by the costing department, showing the quantity, price and value of materials received, issued and the balance in stock. One stores ledger is allotted to each component of material.
കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോഴ്സ് റെക്കോർഡാണ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുക. അവിടെ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും അതിൻ്റെ വാല്യൂവും രേഖപ്പെടുത്തിയിരിക്കും. എത്രമാത്രം മെറ്റീരിയൽ റിസീവ് ചെയ്തു, ഇഷ്യൂ ചെയ്തു, ബാലൻസ് ഉണ്ട്. ഇവയുടെ ആ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും വാല്യൂവും ഉൾപ്പെടുത്തിയാണ് എത്രമാത്രം മെറ്റീരിയൽ റെസിപ്റ്റ് ഉണ്ട്, ഇഷ്യൂ ഉണ്ട്, ബാലൻസ് ഉണ്ട് എന്ന് റെക്കോർഡിൽ കാണിക്കുക. ഇത് കോസ്റ്റിംഗ് ക്ലർക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിൻ്റെ അകത്ത് എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, മെറ്റീരിയൽ റിട്ടേൺ നോട്ട് മുതലായ സോഴ്സ് ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിലും ആണ്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഏത് സമയവും നമുക്ക് ഈ സ്റ്റോഴ്സ് ലെഡ്ജറിൽ നിന്നും കണ്ടെത്താവുന്നതുമാണ്. Differences between Bingard and Stores Ledger. Bingard is a quantitative statement of materials received, issued, and the balance of quantity in the bin. Stores Ledger is a statement of the quantity, price, and value of materials received, issued, and the balance. Bingard is maintained by the storekeeper. Stores ledger is maintained by the cost clerk. Bingard is a record of quantity or units. Stores ledger is a record of quantity, price, and value. Bingard is attached to the specific bin. Stores ledger is kept in the cost office. Entries are made on the basis of actual quantity received and issued. Whereas stores ledger entries are made on the basis of documents like goods received note, material requisition note, etc. Bingard is helpful for physical verification of closing stock, whereas stores ledger is helpful for valuation of closing stock. Time of recording. Transactions are recorded immediately after the transactions, whereas in stores ledger transactions are periodically recorded. Next one is documents authorizing movement of materials. The important documents authorizing movements of materials are material transfer note, goods received note, material requisition note, material return note, purchase return note, sales return note, and bill of materials. First one is material transfer note, MTN. It is a note prepared by transferor department to the transferee department showing the details of materials transferred. Next one, goods received note. It is a note prepared by goods receiving department on receipt of goods purchased. Next one, material requisition note, MRN. It is a request given by the production department to stores department to deliver the goods mentioned in the note.
The goods are delivered from the stores on receipt of MRN. Next, material return note. It is the note prepared by production department on returning the goods delivered from stores department. Next, purchase return note. It is also known as debit note. It is a note prepared on returning the goods to the supplier. Next, sales return note. It is also known as credit note. It is prepared on getting the materials returned by the customers. Bill of materials. A bill of material is a complete list of all materials and components needed for producing a product or for executing a work order.